ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയായിട്ട് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച 3 മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ സിനിമയ്ക്ക് മാത്രമാണ് സാധിച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണ് നമുക്ക് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു സച്ചിൻ ഗോപു, അനശ്വര രാജൻ കൂട്ടുകെട്ടിൽ ഒന്നിച്ച പൈങ്കിളി എന്ന് പറയുന്ന സിനിമ. ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന് മികച്ച കോമഡി എന്റർടൈനർ എന്നുള്ളൊരു ലേബൽ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീജിത്ത് ബാബു ആയിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ 10ാം ദിവസമായ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 10 മുതൽ 12 ലക്ഷത്തിനടുത്തുള്ള സുഖം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 4 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ. എന്തൊക്കെയാണ് ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം 2ാം വാരത്തിലും പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങളൊന്നായിട്ട് മാറുന്നുണ്ട്. ചിത്രത്തിൽ മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുള്ളത്. ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അരുൺ ഡി ജോസ് ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 10ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസും 40 മുതൽ 50 ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയത്തിലോട്ട് തന്നെ നീങ്ങുന്നു എന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ചിത്രത്തിന്റെ ഇതിനോടകം തന്നെയുള്ള 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 13 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വാരത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി വിജയ് ചിത്രങ്ങളുടെ ഭാഗമാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ആന്റണി പെപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ദാവീദ് എന്ന് പറയുന്ന സിനിമ. ഗംഭീര അഭിപ്രായം നേടിയ ചിത്രം മികച്ച ഒരു ബോക്സിംഗ് ചിത്രം എന്ന ലേബൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടിരുന്നു. പെപ്പയ്ക്കൊപ്പം തന്നെ വിജയരാഘവൻ, ലിജോ മോൾ ജോസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഗോവിന്ദ് വിഷ്ണു ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 10ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസും 15 മുതൽ 20 ലക്ഷത്തിന് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 6 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം ആവർത്തിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായി നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. ഗംഭീര അഭിപ്രായം, മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് തമിഴ് സിനിമയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മുന്നേറ്റം. ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം 2ാം ദിനം ഏകദേശം 9 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയപ്പോൾ 3ാം ദിനമായി ചിത്രത്തിന് ഞായറാഴ്ച ദിവസം തമിഴ്നാട് കളക്ഷൻ മാത്രം 10 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 40 കോടിക്ക് അടുത്തുള്ള ഒരു തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്നത്. എന്നൊക്കെയാണ് ചിത്രം തമിഴ് ബോക്സ് ഓഫീസിലും അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്ന ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ചാവ എന്ന് പറയുന്ന ഹിന്ദി സിനിമ. വിക്കി കൗശൽ, അക്ഷയ് ഖന്ന, രശ്മിക മന്ദന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മൺ ഉത്തേക്കർ ആയിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 400 കോടി മറികടന്നിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം 500 കോടി മറികടന്ന് ഈ ഒരു വർഷത്തെ ആദ്യത്തെ 1000 കോടി ചിത്രമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഞായറാഴ്ച റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ബുക്കിങ്ങിലും നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ചവ്വ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ കളക്ഷൻ നിലനിർത്തി വലിയ വിജയമായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസിനെത്തിയ ചിത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തെ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ഉണ്ണിമുന്തൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൽ നിഖില വിമലായിരുന്നു നായികയായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഞായറാഴ്ച ദിന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 40 മുതൽ 50 ലക്ഷത്തിനടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 4 കോടിക്കടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളോടെ വലിയൊരു വിജയമായിട്ട് മാറുമോ ഇല്ലെന്ന് നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു
കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇതൊക്കെയാണ് ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം. ഇപ്പോഴത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ തരപരമാറ്റുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 7 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 4 ദിവസം കൊണ്ട് തന്നെ ചിത്രം ഏകദേശം 35 മുതൽ 40 കോടിക്കടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഏറ്റവും പുതിയ സിനിമകളുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.